ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് നല്ലൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും നമ്മൾ കാഷ്യൂനട്ടും അതുപോലെ തന്നെ ഉണക്ക മുന്തിരിങ്ങയൊക്കെ നമ്മൾ പായസത്തിന് വേണ്ടി വറുത്തെടുത്ത് വെക്കുമല്ലോ, അതുപോലെ തോന്നുന്നുണ്ടാവും. പക്ഷെ ഇത് അതല്ല കേട്ടോ. ഇത് നമ്മൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ. ഇതെന്താണെന്നല്ലേ, ഇതാണ് ചുണ്ടയ്ക്ക. നമ്മൾ ചുണ്ടയ്ക്കൻ്റെയും ചുണ്ടങ്ങ, ടർക്കി ബെറി എന്നൊക്കെ പറയുന്നതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലുള്ള ചെടിയൊക്കെ കാണിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരുപാട് നമുക്ക് ഹെൽത്ത് വൈസ് ഗുണങ്ങളൊക്കെ തരുന്ന ഒന്നാണ് ഈ ഒരു ചുണ്ടയ്ക്ക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് BP അതുപോലെ തന്നെ കൊളസ്ട്രോൾ, ഹേർട്ടിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. BP ഒക്കെ കുറയ്ക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ സൂപ്പറാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ബ്ലഡൊക്കെ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും എല്ലാറ്റിനും ഉത്തമമായിട്ടുള്ള ഒന്നാണ് ഈ ഒരു ചുണ്ടയ്ക്ക എന്ന് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ചുണ്ടയ്ക്കയ്ക്ക്. അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോ മറക്കാതെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് ചുണ്ടയ്ക്ക കൊണ്ടൊരു കൊണ്ടാട്ടം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് കേടുവരാതെ നമുക്ക് എടുത്ത് വെക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഈ ഒരു പച്ച ചുണ്ടയ്ക്ക നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കല്ല് കൊണ്ട്, നമ്മളിപ്പോൾ ചമ്മന്തിയൊക്കെ അരയ്ക്കാനായിട്ടുള്ള ഒരു കല്ലുണ്ടല്ലോ, ആ ഒരു കല്ല് ഒന്ന് ജസ്റ്റ് അതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞ് വരും. അപ്പോൾ ആ ഒരു ചുണ്ടയ്ക്ക നമ്മൾ എന്ത് ചെയ്യുക, അതിലോട്ട് നന്നായിട്ട് പുളിവെള്ളം മിക്സ് ചെയ്യുക കേട്ടോ. പുളിവെള്ളം നല്ല പുളി എടുത്തിട്ട് അതിൽ നന്നായിട്ട് നമ്മൾ പുളിവെള്ളം കട്ടയ്ക്ക് മിക്സ് ചെയ്ത് വെക്കുക. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുമ്പോൾ എപ്പോഴും നമ്മൾ ചുണ്ടയ്ക്ക എത്രയാണോ അത് കണക്കാക്കിയിട്ട് ഉപ്പിടണം. കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് വെക്കണം, എന്നാലേ ഈ ചുണ്ടയ്ക്കയിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് ചുണ്ടയ്ക്ക കേടുവരാതെ കുറേ കാലമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മെത്തേഡാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ദിവസം ഇപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ പുളിവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, അടുത്ത ദിവസം ഇതിന് നമ്മൾ നന്നായിട്ട് വെയിലിൽ വെച്ച് ഒന്ന് ഉണക്കിയെടുക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ നന്നായിട്ട് വെയിലത്ത് ഉണക്കിയെടുക്കണം. മഴ സമയത്തൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ഇത് സക്സസ് ആവില്ല. നമ്മൾ നന്നായിട്ട് മഴയൊക്കെ കുറഞ്ഞ് നല്ല വെയിലൊക്കെ ഉള്ള ടൈം ഉണ്ടല്ലോ, വേനൽക്കാലത്താണ് കേട്ടോ ഇത് മെയിനായിട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതങ്ങനെ കുറേ ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 3-4 ദിവസമൊക്കെ മതിയാവും. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ 3-4 ദിവസം നമ്മൾ നന്നായിട്ട് വെയിലിട്ട് ഉണക്കി എടുത്ത് വെക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഈ പുളി മിക്സ് ചെയ്ത് ചെയ്യുന്നത് പോലെ തന്നെ, ഇനി പുളി ഇഷ്ടമല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് കട്ട തൈര് എടുക്കുക. നമ്മൾ പാല് നന്നായിട്ട് വെള്ളമൊഴിക്കാതെ തന്നെ നന്നായി കാച്ചിയിട്ട് അത് മോരാക്കി എടുത്ത് വെക്കുക. എന്നിട്ട് അതിൽ നമ്മൾ കട്ട തൈരിലെ മോരിലൊക്കെ നമ്മൾ ഈ ഒരു ചുണ്ടയ്ക്ക് ഇതുപോലെ ഒന്ന് കുത്തി ചതച്ചിട്ട് അതിലോട്ട് ഇട്ട് വെച്ച് വെയിലത്ത് ഉണക്കി എടുത്ത് വെക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഉപ്പൊക്കെ ഈ പറഞ്ഞ പോലെ പാകത്തിന് നന്നായി ഇട്ട് വെക്കണം. അപ്പോഴാണ് ആ ഒരു നല്ല ചുണ്ടയ്ക്കയിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ പുളി ഇഷ്ടമില്ലാത്ത ആളുകൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ, തൈരിലിട്ടിട്ട് ഒന്ന് ചെയ്തു നോക്കൂ. നമ്മൾ സാധാരണ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കില്ലേ, മുളക് കൊണ്ടാട്ടം ആണെങ്കിലും മറ്റ് കൊണ്ടാട്ടങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതും. ചുണ്ടയ്ക്ക ഹെൽത്ത് വൈസ് ഒക്കെ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ്. മറ്റ് പച്ചക്കറികൾ നമുക്ക് കിട്ടുന്ന പോലെയല്ല ഇത്, അതുകൊണ്ടാണ് കേട്ടോ ഇത് വളരെ സ്പെഷ്യലാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഉണക്കിയെടുത്ത് അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നമ്മളൊരു 4-5 ഡേയ്സൊക്കെ നന്നായി വെയിലിൽ ഉണക്കിയെടുത്ത് വെച്ച് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ടുള്ള ആ ഒരു പാകത്തിലായിട്ടുണ്ട്. ഇത് ഇങ്ങനെയും നമുക്ക് കഴിക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് കറി കഴിക്കാം. ചുണ്ടയ്ക്ക പുളിക്കുളമ്പൊക്കെ ഉണ്ടല്ലോ, തമിഴ്നാട്ടുകാരെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ നല്ല ടേസ്റ്റാണ്. നമുക്ക് അങ്ങനെ ഒരു വീഡിയോയും കൂടി ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു ചുണ്ടയ്ക്ക കൊണ്ടാട്ടമാക്കി വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് ചുണ്ടയ്ക്ക ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കരിയാതെ നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരുപാട് ചൂടില്ലാതെ വേണം നോക്കാൻ. പിന്നെ നമ്മൾ വറുക്കുമ്പോഴെല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യണേ, കാരണം തീയാണ്, പിന്നെ അതേപോലെ തന്നെ ചൂടുള്ള സംഭവമാണ്, എണ്ണയാണ്. അപ്പോൾ എപ്പോഴും പറയും പോലെ തന്നെ എല്ലാവരും ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കണേ പാചകം.
പിന്നെ നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. എന്താ വറുത്ത് പാകമായിട്ടുണ്ട്, പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ നമ്മളുണ്ടല്ലോ നോർമൽ കൊണ്ടാട്ടമൊക്കെ കഴിക്കുന്ന പോലെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് കേട്ടോ. കുട്ടികളിലുള്ള വിരശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയൊരു ഹെൽത്ത് വൈസ് ഒരുപാട് ഗുണങ്ങളൊക്കെ തരുന്ന ഒന്നാണ് ഈ ഒരു ചുണ്ടയ്ക്ക. അപ്പോൾ നമ്മുടെ ചുണ്ടയ്ക്കൻ്റെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരൂ കേട്ടോ. അപ്പോഴതിൻ്റെ എന്തൊക്കെയാണ് നമുക്ക് ഹെൽത്ത് വൈസ് ഒരുപാട് ഗുണങ്ങൾ തരുന്ന എന്തൊക്കെയാണ് ആ ഗുണങ്ങൾ എന്നുള്ളത് അറിയാനായിട്ട് നമ്മുടെ വീഡിയോ തീർച്ചയായും നിങ്ങളൊന്ന് കണ്ടിട്ട് വരണേ. അപ്പോൾ ചുണ്ടയ്ക്ക് നമ്മൾ ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതിപ്പോൾ നമ്മൾ വറുത്തതാണ്, വറുക്കാതെ തന്നെ നമ്മൾ ആ ഒരു വെയിലിട്ട് ഉണക്കി എടുത്ത് വെച്ചതുണ്ടല്ലോ, അത് നമ്മൾ ഒരു നല്ല ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വെച്ചാൽ കുറേ കാലം കേടുവരാതിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.